പ്രാർത്ഥനയെക്കുറിച്ചുള്ള പാഠങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ് ഞാൻ അവസാനിപ്പിച്ചത് വെളിപ്പാടുകൾ എന്നുള്ള ഒരു വിഷയം പറഞ്ഞുകൊണ്ടാണ്. അത് പൗലൂസിന്റെ പ്രാർത്ഥനയിൽ നിന്ന് അടർത്തിയെടുത്തൊരു വാക്കാണ് വെളിപ്പാട്. വെളിപ്പാടെന്ന വാക്ക് പൗലൂസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് എന്നൊരു വാക്കാണ്. എഫീസ് ലേഖനം 1-18 വാക്യം. പൗലൂസ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പൗലൂസിന്റെ 41 പ്രാർത്ഥനകൾ 14 ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളാണിത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ 25 പ്രാർത്ഥനകൾ 4 സുവിശേഷങ്ങളിലുണ്ട്. അപ്പോസ്തലനായ പൗലൂസിന്റെ 41 പ്രാർത്ഥനകൾ 14 ലേഖനങ്ങളിലായിട്ടുണ്ട്. ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്ന ഒരാകത്തുകയുണ്ട്. അതായത് പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് ആവാഹിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ലേഖനങ്ങളിൽ പൗലൂസ് പറയുന്നത്, പൗലൂസും കർത്താവായ യേശുക്രിസ്തുവും പൗലൂസും പറയുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും പറഞ്ഞ് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു പോന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ ഈ നമുക്കും ഉറച്ചു നിൽക്കണമെങ്കിൽ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ, വെല്ലുവിളികളെ അതിജീവിക്കണമെങ്കിൽ ഒരു വെളിപ്പാട് നമ്മൾ പ്രാപിക്കണം. അപ്പം വെളിപ്പാട് എങ്ങനെ കിട്ടും? അത് പൗലൂസ് പറയുന്നുണ്ട്, പ്രാർത്ഥനയാൽ ലഭിക്കുന്ന വെളിപ്പാട്. ഒരു ചോദ്യം വരാം, വിശ്വാസ ജീവിതത്തിന്റെ പടികൾ എങ്ങനെയാണ്? കേട്ടെ, വിശ്വാസ ജീവിതത്തിന്റെ പടി 1, അത് ഫെയ്ത്ത് ലെവലാണ്. ഫെയ്ത്ത് ലെവൽ, നമ്മളെല്ലാവരും ആദ്യം ചവിട്ട് നിൽക്കുന്ന പടി വിശ്വാസത്തിലാണ്, ഫെയ്ത്ത് ലെവലാണ്. ദൈവമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. ദൈവത്തിന്റെ അടുക്കൽ വന്നാൽ ദൈവം നമ്മുടെ അടുക്കൽ വരും. ഇതൊക്കെ വിശ്വാസത്തിന്റെ ലെവലുകളാണ്. പക്ഷെ ആ രണ്ടാമത്തെ ലെവലിലേക്ക് പോകുന്നത് നോളജ് ലെവലാണ്. നമ്മൾ വിശ്വാസത്തിന്റെ പടിയിൽ നിന്നും അറിവിന്റെ പടിയിലേക്ക് വരണം. അറിവിന്റെ പടിയിലേക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്നുള്ളത് വിശ്വാസമല്ല, അത് അറിവായിരിക്കണം. സ്വർഗം എന്നുള്ളത് വിശ്വാസമല്ല, അത് നമ്മുടെ ബോധ്യമാണ്, നമ്മുടെ അറിവാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളത് വിശ്വാസമല്ല, അത് നമ്മുടെ ബോധ്യമാണ്, നമ്മുടെ അറിവാണ്. അതാണ് രണ്ടാമത്തെ ലെവല് വേദപുസ്തകം പഠിക്കുമ്പോൾ. മൂന്നാമതായിട്ട് അത് വിസ്ഡം ലെവലായിട്ട് കൺവേർട്ട് ചെയ്യണം. വിസ്ഡം ലെവല് എന്ന് പറഞ്ഞാൽ അത് ജ്ഞാനമായിട്ട് മാറണം. നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ വിശ്വാസവും, നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അറിവും ജ്ഞാനമായി മാറണം. സോഫിയ. എന്താണ് വിസ്ഡം എന്ന് പറഞ്ഞാല്? ദാറ്റ് ഇന്റർപ്രറ്റിംഗ് നോളജ്, അതിനാണ് വിസ്ഡം എന്ന് പറയുന്നത്. ഇന്റർപ്രറ്റിംഗ് നോളജ്, നമ്മുടെ അറിവുകളെ എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്, അതിനാണ് വിസ്ഡം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഏത് ലെവലിലേക്ക് വന്നു? വിശ്വാസത്തിന്റെ ലെവലിൽ നിന്ന് അറിവിലേക്ക് വന്നു, അറിവിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് വന്നു, ജ്ഞാനത്തിൽ നിന്ന് റെവലേഷനിലേക്ക് നമ്മൾ മാറണം. ഈ റെവലേഷനിലേക്ക് മാറാനായിട്ടുള്ള നമ്മെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഇതാണ് പൗലോസ് വിശ്വാസികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു സത്യം. നമുക്കെല്ലാ കാര്യത്തിലും വിശ്വാസമുണ്ട്, അതുകൂടാതെ അതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ട്, അറിവുണ്ട്, അതിനെക്കുറിച്ചൊരു വിസ്ഡം ഉണ്ട്, ജ്ഞാനമുണ്ട്, അതിനെക്കുറിച്ചൊരു റെവലേഷൻ നമുക്കുണ്ടാകും. അതുകൊണ്ട് ഈ അപ്പോസ്തലന്മാരൊക്കെ രക്തസാക്ഷികളായി മരിച്ചത്. എന്തുകൊണ്ടാണ് ഇവർ രക്തസാക്ഷികളായി മരിച്ചത്? കർത്താവിന്റെ ശിഷ്യന്മാരും 1-ാം നൂറ്റാണ്ടിലുള്ള ആളുകളും രക്തസാക്ഷികളായി മരിക്കുമ്പോൾ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു അടിത്തറ പോലും ഇല്ല. ക്രിസ്ത്യാനിറ്റി ഒരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് അല്ല.
ക്രിസ്ത്യാനിറ്റിക്ക് ഇന്നത്തെ നിലപാടിൽ പറഞ്ഞാൽ ഒരു രജിസ്ട്രേഷൻ ഇല്ല, ഒരു ലീഡർഷിപ്പ് ഇല്ല, യാതൊന്നുമില്ല. ചിന്നിച്ചിതറിയ ഒരു സമൂഹം, വിശ്വാസം മാത്രം കൈമുതലായ ഒരു സമൂഹം. പക്ഷെ അവർക്ക് എവിടെയൊക്കെയോ ഒരു റെവലേഷൻ അവർക്കുണ്ടായി. അതുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിൽ തന്നെ 3 കോടിയിലധികം ആളുകളാണ് രക്തസാക്ഷികളായി മരിച്ചത്. ഒന്നുമില്ലാത്തതിനു വേണ്ടി മരിക്കാൻ ആര് പോകും? ഒന്നുമില്ലാത്തതിനു വേണ്ടി ആരും മരിക്കാൻ പോകത്തില്ല. പക്ഷെ അവരുടെ ഹൃദയത്തെ കീഴടക്കിയ ഒരു വെളിപ്പാടുണ്ടായിരുന്നു. ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തു നൽകിയ ഉപദേശങ്ങളെക്കുറിച്ച്, ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് ആഴമായൊരു വെളിപ്പാട് അവർക്കുണ്ടായിരുന്നപ്പോൾ ആ വെളിപ്പാടിന് വേണ്ടി അവർ വില കൊടുക്കുവാൻ തയ്യാറായിരുന്നു. അപ്പൊ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരായ ആളുകളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, വിശ്വാസികളായ ആളുകൾ ഒരു വെളിപ്പാടിന്റെ ഉടമകളായിരിക്കണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് ഗ്രഹിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ എന്താണ് വെളിപ്പാട്? unknowable to man on his own. അൺനോവബിൾ ആണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് സ്വന്തമായി അറിയാത്തത് ദൈവത്താൽ അറിയുന്നതിന് പറയുന്ന പേരാണ് റെവലേഷൻ. മനുഷ്യന് സ്വന്തമായി അറിയാൻ കഴിയത്തില്ല. അപ്പൊ സ്വന്തമായി അറിയാൻ കഴിയാതെ വരുമ്പോൾ ദൈവം അതിന് നമ്മളെ സഹായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതിന് പറയുന്ന പേരാണ് റെവലേഷൻ. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ എന്നല്ല, സെൻസ് ഓർഗൻസ് എന്നാ ആ വാക്കിന്റെ അർത്ഥം. ഈ എല്ലാവരും പറയുന്നത് 5 സെൻസസ് എന്നാ, പക്ഷെ അങ്ങനല്ല. അതിന്റെ അർത്ഥം സെൻസ് ഓർഗൻസ് എന്ന് പറയാം. ഇന്ദ്രിയ അവയവങ്ങളാണ് നമുക്കുള്ളത്. ഇന്ദ്രിയ അവയവങ്ങൾ എന്തൊക്കെ? ഇന്ദ്രിയ അവയവങ്ങള് ഐസ്, ഇയേഴ്സ്, നോസ്, ടങ്ക്, സ്കിന്ന്, അല്ലേ? ഇതാണ് ഇന്ദ്രിയ അവയവങ്ങൾ. ഇത് 5ഉം വർക്ക് ചെയ്യണം. അപ്പൊ അതുകൂടാതെ പല ഇന്ദ്രിയങ്ങളും ഉണ്ടെന്നുള്ളത് ഡോക്ടറൊക്കെ ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ട് അവരോട് ചോദിച്ചാൽ അറിയാം. ഇപ്പൊ വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, വെസ്റ്റിബുലാർ സിസ്റ്റം, അല്ലേ? വെസ്റ്റിബുലാർ സിസ്റ്റം ഒക്കെ അടുത്ത ഒരു ഇന്ദ്രിയമാണ്. മനുഷ്യന്റെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു, ആ പ്രതികരിക്കുന്ന വെസ്റ്റിബുലാർ സിസ്റ്റത്തെ കുറിച്ചുള്ള ഒരു പഠനമൊക്കെ മോഡേൺ സയൻസിൽ വന്നു കഴിഞ്ഞു. അപ്പം 5 സെൻസ് എന്നുള്ളതൊക്കെ മാറിയിരിക്കുക. അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ നമ്മൾ പോകുന്നില്ല. അപ്പം നമുക്കൊരു ഈ 5 സെൻസ് കൂടാതെ ഒരു 6th സെൻസ് ഉണ്ടെന്ന് പൗലോസ് പറയും. പൗലോസ് ആ വാക്ക് പറയുന്നത് കൊരിന്ത്യ ലേഖനത്തിലാണ്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ആത്മാവിനാൽ അത് വെളിപ്പെട്ടു വരുന്നു, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ വാക്യം വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2:9. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. 10-ാം വാക്യം. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളത് മതി. വളരെ അറിയാവുന്ന ഒരു വാക്യമാണ് നമുക്ക് എല്ലാവർക്കും. ഇത് ശ്രദ്ധിക്കണം. ആ വാക്യം എല്ലാവരും വാക്യം കാണാതെ പറയുമ്പോൾ തെറ്റിക്കും. എല്ലാവരും തെറ്റിച്ച് പറയുന്നത് ഇങ്ങനെ, ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല. അങ്ങനല്ല ആ വാക്യം. ആ വാക്യം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അത് ഇൻവേർട്ടർ കോമയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻവേർട്ടർ കോമയിൽ ഇട്ടിരിക്കുന്നതിന്റെ അർത്ഥം എവിടുന്നോ ആ വാക്യം ഇങ്ങോട്ട് എടുത്തെഴുതിയെന്ന. അത് യെശയ്യാവ് 64:4 ആ വാക്യം. യെശയ്യാവ് 64:4 നിന്ന് എടുത്തെഴുതിയിരിക്കുന്ന വാക്യമാണത്. അവിടെ എഴുതിയിരിക്കുന്നത്, നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. ആ വാക്യം പൗലോസ് എടുത്തെഴുതിയിരിക്കുന്നതാണ്.
ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അടുത്ത വാക്യം, നമുക്കോ, ആരാ? പൗലൂസ് പറയാം, നമുക്കോ, പൗലൂസ് ഉൾപ്പെടെയുള്ള നമുക്ക് ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ പഞ്ചേന്ദ്രിയം കൂടാതെ ഒരു ഇന്ദ്രിയവും കൂടെ നമുക്കുണ്ട്. അതാണ് ആത്മാവിനാൽ വെളിപ്പെടുന്ന ഒരു മേഖല, ഒരു തലം. അതിനെഴുതിയിരിക്കുന്ന ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരായുന്നു. അപ്പൊ അവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന എരൗന എന്നൊരു ഗ്രീക്ക് പദം, എരൗന, ERAUN, എരൗന. ഞാനിവിടെ ചാറ്റിൽ എഴുതാം. എറൗന പൗലോസ് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമുക്ക് ഈ ആഴങ്ങളെ ആരായുക എന്ന് പറയുന്നതിന് എറൗന എന്നൊരു വാക്കാണ്. അതിന് ഇൻവെസ്റ്റിഗേഷൻ എന്നാ വാക്കിന്റെ അർത്ഥം. ഇൻവെസ്റ്റിഗേഷൻ, നമ്മൾ കാര്യങ്ങളെ കുറച്ചുകൂടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, കുറെ കൂടെ ആഴങ്ങളെ പഠിക്കുക, ദൈവത്തിന്റെ ആഴങ്ങളെ കുറിച്ച് അപഗ്രഥിക്കുക. സ്തോത്രം. അപ്പം റെവലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ ആഴങ്ങളെ അപഗ്രഥിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കുന്നതിന് പറയുന്ന പേരാണ് റെവലേഷൻ. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദൈവത്തിന്റെ ആഴങ്ങളെ പ്രാർത്ഥനയിൽ ആരാഞ്ഞറിയുക. ഒന്ന് പറഞ്ഞേ എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുക. അതിന് പറയുന്നത് റെവലേഷൻ, വെളിപ്പാടുള്ളവരായിരിക്കുക എന്ന് പറയുന്നു. വെളിപ്പാടുള്ളവരായിരിക്കുക. ഈ വെളിപ്പാടിനാണ് ഞാൻ 4 എബ്രായ വാക്കുകൾ പറഞ്ഞു. 4 എബ്രായ വാക്കുകൾ. സ്തോത്രം. ആ എബ്രായ വാക്കുകൾ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. 1, ടു സീ, കാണണം. ദൈവത്തിന്റെ ആഴങ്ങളെ കാണണം. ടു സീ, റാ എന്ന് പറയും. RAAH. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളെ ആത്മദൃഷ്ടി കൊണ്ട് കാണുവാൻ കഴിയുക, റാ എന്ന് പറയും. അതാണ് പൗലോസ് എഫേസ്യ ലേഖനം 1:18 പറയുന്നത്. ഓപ്പൺ യുവർ ഐസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സീ ആൻഡ് റിവീൽ ദ തിങ്സ് ബിയോണ്ട്. റിവീൽ ദ തിങ്സ് ബിയോണ്ട്. ഓപ്പൺ യുവർ ഐസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിവീൽ ദ തിങ്സ് ബിയോണ്ട്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആഴങ്ങൾ കാണുവാൻ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കണം. സ്തോത്രം. അപ്പൊ നമ്മൾ ഒരിക്കലും ഭയപ്പെടുകയല്ല. ഞാൻ വാക്യങ്ങൾ പറഞ്ഞു. ആഗാറ് നീരുറവ് കണ്ടു, കണ്ണു തുറന്നു, നീരുറവ് കണ്ടു. ഉൽപ്പത്തി പുസ്തകം 21:19. ഹാഗാറ് ദൈവം അവളുടെ കണ്ണു തുറന്നു, നീരുറവ് കണ്ടു. പിന്നെ 2 രാജാക്കന്മാർ 6:17 എലീശയുടെ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു, അവൻ അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് കണ്ടു. അല്ലെ, കണ്ടു. ടു സീ. ഞാൻ സംഖ്യാപുസ്തകം 22:31 എഴുതിയിട്ടുണ്ട്, ബിലെയാമിന്റെ കണ്ണ് തുറന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. ഇവിടെ എല്ലാം ഉപയോഗിക്കുന്ന ഒരു പദമാണ് റാ, ടു സീ, റിവീൽ ചെയ്യുക. അവരുടെ ശരീരത്തിന്റെ കണ്ണ് അടഞ്ഞിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മളത് ആത്മാവിൽ കാണുക, തടസ്സങ്ങളെ കാണുക, ദൈവത്തിന്റെ കരുതലുകളെ കാണുക, ദൈവത്തിന്റെ സുരക്ഷയെ കാണുക. അങ്ങനെയെങ്കിൽ നാം ഭയപ്പെടുകയില്ല. ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ അല്ല, ആ പ്രശ്നത്തിൽ കൂടെ ദൈവം ചെയ്യുവാനിരിക്കുന്നത് കാണുവാൻ കഴിയുക. സ്തോത്രം. ഒരു രോഗം വരുമ്പോൾ ആ രോഗത്തെ അല്ല, രോഗസൗഖ്യദായകനായ കർത്താവ് പിന്നിൽ മറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയുക. സ്തോത്രം. അല്ലേ? വെള്ളം ആടി ഉലയുന്നതും തിരമാലകളും കാറ്റുകളും മാത്രമല്ല, അങ്ങ് ദൂരേക്ക് നോക്കിക്കേ,
അങ്ങ് ദൂരേക്ക് നോക്കിക്കേ, തിരമാലകൾക്ക് മുകളിൽ കൂടെ നടന്നു വരുന്ന ഒരു കർത്താവിനെ കാണുക. സ്തോത്രം. അപ്പൊ ഈ ജീവിതത്തിന്റെ അകത്ത് നമ്മുടെ കണ്ണുകൾ, ഹൃദയത്തിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണം. അതിനാണ് റാ എന്ന പദം ഉപയോഗിക്കുന്നത്. വെളിപ്പാടിന്റെ ഒന്നാമത്തെ അർത്ഥം അതാണ്, റാ. രണ്ടാമത്തെ വാക്കാണ് യാദ. നാം അറിയുക, ടു നോ. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് നാം അറിയണം. യാദ, YADA. ജീവിതത്തിന്റെ കൈപ്പേറിയ മേഖലകളിൽ കൂടെ ദൈവം എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ നാം വെളിപ്പാടുള്ളവരാണ്. യാദ പറഞ്ഞ യാദ, YADA. എന്നാൽ ടു നോ. ടു നോ, അറിയണം. പലപ്പോഴും നമ്മൾ ഹൃദയത്തിൽ അറിയണം. സങ്കീർത്തനങ്ങൾ 27:8 എഴുതിയിരിക്കുന്നു. 27:8, എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്കൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. എൻ്റെ ഹൃദയം അറിയുന്നു, ഓവേ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. അറിയണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ഹൃദയം കൊണ്ടൊന്ന് ആരാഞ്ഞു നോക്കിക്കേ. അറിയാനുള്ള വ്യഗ്രത ദൈവം ഭാഗം ചെയ്തു നോക്കിക്കേ, നമുക്കത് അറിയാൻ കഴിയും. ദൈവം എന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഒരു വെളിപ്പാട് നമുക്ക് തരും. അതിനാണ് യാദ എന്ന് പറയുന്നത്, അറിയുക, ടു നോ. മൂന്നാമതായിട്ട് ഗാല, GALH. ഗാല എന്ന വാക്കിന്റെ അർത്ഥം ടു അൺകവർ, അല്ലെങ്കിൽ റിവീല്, പ്രകടമാകുക, വെളിപ്പെടുക എന്നൊക്കെയുള്ള അർത്ഥം. അവിടെയാണ് ഈ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിച്ചത്, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഗാല. അപ്പൊ പല കാര്യങ്ങളെക്കുറിച്ചും ദൈവം നമുക്ക് വെളിപ്പെടുത്തും, അല്ലേ? അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. കൊലോസ്യർ 1:26. അപ്പൊ വെളിപ്പെട്ടിരിക്കുന്നു. നമുക്കിത് വെളിപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. ഇതെന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയാൻ കഴിയാതെ പോകും. അപ്പൊ നമ്മൾ വിഷമിച്ചു പോകും. 4-ാമത്തെ വാക്കാണ് നിരാഹ് എന്ന് പറയും. നിരാഹ്, NIRAH. നിരാഹ് എന്ന് പറഞ്ഞാൽ അവൻ തന്നെത്താൻ പ്രകടമാകുക എന്നാണ് അർത്ഥം. സ്വയം കാണിക്കുക എന്നാണ് അർത്ഥം. പ്രത്യക്ഷനാകുക എന്നാണ് കൂടുതലും ആ പദപ്രയോഗം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഹി ലെറ്റ് ഹിംസെൽഫ് ബി സീൻ ആൻഡ് ഷോഡ് ഹിംസെൽഫ്. ദൈവം, ഹി മെയ്ഡ് ഹിംസെൽഫ് നോൺ. ദൈവം തന്നെ നേരിട്ട് വന്ന ആ കാര്യത്തെക്കുറിച്ച് ബോധ്യം ഉളവാക്കി തരുന്നതിന് പറയുന്ന പേരാണ് പ്രത്യക്ഷനാകുക, അല്ലെ? തിയോഫനി എന്നൊക്കെ ഗ്രീക്കിൽ പറയും. തിയോഫനി, ദൈവം നേരിട്ട് പ്രത്യക്ഷനാകുക, അല്ലെ? ഉൽപ്പത്തി 12:7 നമ്മൾ വായിക്കുന്നു, യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. ഉൽപ്പത്തി 17:1 എഴുതിയിട്ടുണ്ട്, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. മക്കളില്ലാതിരുന്ന അബ്രഹാം, വേദനപ്പെട്ട് മനസ്സ് കലങ്ങിയ അബ്രഹാം, ഒരു ചോദ്യത്തിന് ഉത്തരമില്ലാതിരുന്ന അബ്രഹാം, തൻ്റെ പ്രാർത്ഥനകളോട് പ്രതികരിക്കാത്ത ഒരു ശരീരവുമായിരുന്ന ഒരു അബ്രഹാം വേദനപ്പെട്ട് മനസ്സിന്റെ കോണിൽ എവിടെയോ ദുഃഖിച്ചപ്പോൾ 17:1 എഴുതിയിരിക്കുകയാണ്, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. അല്ലേ? അങ്ങനെ ധാരാളം വാക്കുകളുണ്ട്. ഈ വാക്യങ്ങളെല്ലാം, പ്രത്യക്ഷനായി എന്നുള്ള വാക്കുകളെല്ലാം ഇന്ന് എല്ലാവരും ഒന്ന് ഹോംവർക്കായിട്ടൊന്ന് കണ്ടുപിടിക്കണം. നല്ല നേരായി. ഈ നോട്ട് തന്നെ ഒന്ന് എടുത്ത് നോക്കിയെങ്കിൽ വലിയ കാര്യമായി. നീ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം, അതുകൊണ്ട് നീ വേദോത്സവം കൂടെ വായിക്കാൻ സമയമില്ലെന്ന് ഒരാൾ പറഞ്ഞ പോലെ ഈ പ്രത്യക്ഷനായി എന്നുള്ള വാക്കുകളെല്ലാം ഒന്ന് കണ്ടുപിടിക്കണം. അവിടെ എല്ലാം അതിന്റെ അടുത്ത് എഴുതി വെക്കണം, ഗാല എന്ന് പറഞ്ഞാൽ ഹി മെയ്ഡ് ഹിംസെൽഫ് നോൺ. ഹി മെയ്ഡ് ഹിംസെൽഫ് നോൺ. ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഈ വ്യക്തിക്ക്
അത് ബോധ്യമാകാതെ വരുന്നു എന്ന് കാണുമ്പോൾ ദൈവം നേരിട്ട് ഇടപെടുന്ന പ്രക്രിയയ്ക്കാണ് ഗാല എന്ന് പറയുന്നത്. സ്തോത്രം. ഗാലായും നിരായും തമ്മിലുള്ള വ്യത്യാസം എന്താ പാസ്റ്റർ? ഇപ്പൊ നിറ, ഗാല. ഗാല എന്ന് പറഞ്ഞാല് അത് അൺകവർ വ്യക്തിയില്ലാതെ മറ്റേതെങ്കിലും നിലയിൽ പ്രകടമാകുകയോ വെളിപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഗാല എന്ന് പറയും. അവിടെ വ്യക്തിയില്ല, ഒരു വ്യക്തി നേരിട്ട് വരുന്നില്ല, വെളിപ്പെട്ടിരിക്കുന്നു. 1 കൊരിന്ത്യർ 2:9 നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവിടെ കണ്ടെന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ വെളിപ്പെട്ട് കിട്ടുക. പക്ഷെ നിര എന്ന് പറയുമ്പോൾ ദൈവം നേരിട്ട് ഇറങ്ങി വന്നിട്ട് പ്രകടമായി പ്രത്യക്ഷമായി ദൈവം തന്നെ ഇടപെട്ട ആ കാര്യം മനസ്സിലാക്കി കൊടുക്കുക. ക്ലിയർ? നിറ എന്നല്ലേ എഴുതേണ്ടിയത് അപ്പിയറിലൂടെ? നിരായുടെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിര പ്രത്യക്ഷനാകുക, നിര പ്രത്യക്ഷനാകുക. ഗാല ആത്മാവിനാൽ വെളിപ്പെട്ട് കിട്ടുക, ആത്മാവിനാൽ വെളിപ്പെട്ട് കിട്ടുക. അവിടെ വ്യക്തിയില്ല. നിരായിൽ വ്യക്തിയുണ്ട്, ഗാലായിൽ വ്യക്തിയില്ല. കണ്ടിന്യൂ ചെയ്യട്ടെ അലിസൻഡി. ഓക്കെ. ഇപ്പൊ ഈ പ്രത്യക്ഷനാകുക എന്നുള്ളൊരു പദം, ധാരാളം വാക്കുകൾ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പഴയ നിയമത്തിൽ ഈ വാക്യമുള്ളത് പ്രത്യക്ഷനായി എന്ന് ധാരാളം വാക്യമുണ്ട്. അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഇസ്ഹാക്കിന്, അല്ലെ? അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി. യാക്കോബ് യാഗപീഠം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവനെ ബഥേലിൽ വെച്ച് ദൈവം അവന് പ്രത്യക്ഷനായി, അല്ലേ? മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി. ഇവിടെ എല്ലാം നിരാഹ് എന്ന് പറയുന്ന ഒരു പദം, നിരാഹ്. അപ്പം ദൈവം നേരിട്ട് വന്ന ഈ കാര്യം വെളിപ്പെടുത്തി തരിക. അപ്പൊ നമ്മളൊരു വെളിപ്പാട് നമ്മൾ പ്രാപിക്കണം, ഒരു വെളിപ്പാട്, അല്ലേ? യോസഫ് ജീവിച്ചിരിക്കുന്നു എന്ന് യാക്കോബിന് ദൈവം വെളിപ്പെടുത്തിയില്ല. അതും ഒരു വെളിപ്പാടാണ്. എൻ്റെ നെഗറ്റീവ് ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്, അല്ലേ? യോസഫ് ജീവിച്ചിരിക്കുന്നു എന്ന് യാക്കോബിന് ദൈവം വെളിപ്പെടുത്തിയില്ല. അതിനെ വെളിപ്പെടുത്താത്ത കാര്യം എന്താ? യാക്കോബ് ചെറിയ ആളൊന്നുമല്ല. യോസഫ് ജീവിച്ചിരിപ്പുണ്ട്, മിസ്രൈമിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് യാക്കോബ് അറിഞ്ഞാൽ ആ മനുഷ്യൻ 500 പേരെയും കൂട്ടിക്കൂട്ടി എന്നിട്ട് മിസ്രൈമിൽ ചെന്നിട്ട് ഈ യോസഫിനെ പിടിച്ചിറക്കിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുവരും, അല്ലേ? കൊണ്ടുവരികയല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ കൊണ്ടുവന്നാൽ യോസഫിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നിറവേറില്ല. സ്തോത്രം. നിറവേറുകയല്ല. വെളിപ്പാട് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നതും വെളിപ്പാടാണ്, ദൈവം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതും വെളിപ്പാടാണ്. സ്തോത്രം. ഇപ്പൊ യോസഫിന് ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വെളിപ്പാട് 4 പ്രാവശ്യം ദൈവം യാക്കോബിന് പ്രത്യക്ഷനായി, വിലയേറിയ അരുളപ്പാടുകൾ കൊടുത്തയാളാ. നേരിട്ട് പ്രത്യക്ഷനായി വിലയേറിയ അരുളപ്പാടുകൾ കൊടുത്തയാളാണ് യാക്കോബ്. പക്ഷെ ആ യാക്കോബിനോട് പോലും ദൈവം യോസഫ് ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മറച്ചു വെച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു? യാക്കോബ് ഫറവോനെ പിന്നെയും അനുഗ്രഹിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു ഉൽപ്പത്തി 47:9. ഉൽപ്പത്തി 47:9 എഴുതിയിരിക്കുക, ഈ യാക്കോബ് 70 പേരുമായിട്ട് മിസ്രൈമിൽ ചെല്ലുമ്പോൾ ഫറവോനെ അനുഗ്രഹിച്ചു. യാക്കോബ് ഫറവോനെ പിന്നെയും അനുഗ്രഹിച്ചു. സ്തോത്രം. അപ്പം ദൈവത്തിന്റെ വെളിപ്പാടുകളുടെ പ്രത്യേകത, ചിലത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതും ചില കാര്യങ്ങൾ ഇന്നും വെളിപ്പെടുത്താതിരിക്കുന്നതും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് ദൈവം അത് ചെയ്യുന്നത്, അല്ലേ? ഇസ്ഹാക്ക് യാക്കോബിനെ തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിഞ്ഞോ? ഇസ്ഹാക്ക് യാക്കോബിനെ തിരിച്ചറിഞ്ഞെങ്കിലോ ഉൽപ്പത്തി 27:1 വായിക്കുന്നത്, ഇസ്ഹാക്ക് വൃദ്ധനായി അവന്റെ കണ്ണ് കാൺമാൻ വഹിയാതെ വണ്ണം മങ്ങിപ്പോയെന്ന് എഴുതിയിരിക്കുന്നു. പക്ഷെ ആ പുസ്തകം എഴുതിയ ആളിന്റെ കണ്ണ് മങ്ങിയില്ല. 120 വയസ്സുണ്ടായിരുന്നപ്പോഴും മോശയുടെ ദേഹബലം ക്ഷയിക്കാതെയും കണ്ണ് മങ്ങാതെയും ഇരുന്നു. പിസ്ഗ മലമുകളിൽ കയറി നിന്ന് 15 പട്ടണങ്ങൾ ദൈവം അവനെ കാണിച്ചു, അല്ലേ? 15 പട്ടണങ്ങൾ. നമുക്ക് ഏതെങ്കിലും ഒരു ഉയർന്ന സ്ഥലത്ത് നിന്നാൽ
നമുക്ക് അടുത്ത് നിൽക്കുന്നവരെ കാണാൻ മേലല്ലോ, പിന്നെ അങ്ങനെയാ ഈ 15 പട്ടണം കാണുന്നു. യോസഫ് മോശ പിസ്ഗ മലമുകളിൽ കയറി 15 പട്ടണങ്ങളാ കാണുന്നത്. എത്ര കിലോമീറ്ററുകൾ ദൂരമുള്ള പട്ടണങ്ങൾ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞു. സ്തോത്രം. ഈ മോശ രാവിലെ പിസ്ഗ മകളിലേക്ക് പോവുക. അന്നേരം ഒരു അച്ചായൻ ചോദിച്ചു, എവിടെ പോവാന്ന് ചോദിച്ചു. അപ്പം ഈ മോശ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവാ, എന്നാ വരുന്നോന്ന് ചോദിച്ചു. സ്വന്തം ശവമടക്കിന് നടന്നുപോയ ആളാണ് മോശ കേട്ടോ. സ്വന്തം ശവമടക്കിന് നടന്നുപോയ ആളാ മോശ. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുക, ഇസ്ഹാക്കിന്റെ കണ്ണുകൾ മങ്ങി. ഇസ്ഹാക്കിന്റെ കണ്ണുകൾ മങ്ങിയത് കൊണ്ട് യാക്കോബിനെ അനുഗ്രഹിച്ചു. സ്തോത്രം. ഈ വെളിപ്പാടിന്റെ പരിധി ഇതെല്ലാം ഉണ്ട്. ദൈവം കാണുന്ന കണ്ണുകൾ നമുക്കുണ്ടാകണം. സ്തോത്രം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, അബ്രഹാമിന്റെ ഭാര്യ സാറ മച്ചിയായിരുന്നു. അബ്രഹാമിന്റെ ഭാര്യ സാറ മച്ചിയായിരുന്നു. മച്ചി ആയതല്ല, ഒരു കാലത്തേക്ക് ദൈവം അവളെ അങ്ങനെ ആക്കി വെച്ചതാണെന്ന വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭക്തനായ ഏലിയാവിനെ ദൈവം കെരീത്തിലേക്ക് വിട്ടു. കെരീത്ത് എന്ന വാക്കിന്റെ അർത്ഥം കട്ടിങ് എന്നാ. കെരീത്ത് എന്ന വാക്കിന്റെ അർത്ഥം കട്ടിങ്, മുറിവേൽക്കുന്ന സ്ഥലം എന്നാ കെരീത്ത് എന്ന വാക്കിന്റെ അർത്ഥം. കറുത്ത കാക്കകൾ ചേക്കേറുന്ന സ്ഥലം, യഹൂദന്മാർക്ക് ഇഷ്ടമില്ലാത്ത കാക്കകൾ ചേക്കേറുന്ന സ്ഥലത്തേക്ക് ദൈവം ഏലിയാവിനെ പറഞ്ഞയച്ചു. എന്താ അതിന്റെ വെളിപ്പാടെന്താ? പ്രാണഹാനി വരാതിരിക്കത്തക്കവണ്ണം യഹൂദന്മാർ കടന്നു വരാത്ത ഒരു സ്ഥലത്തേക്ക്, കാക്കകൾ ചേക്കേറുന്ന ഒരു സ്ഥലത്തേക്ക് ദൈവം ഏലിയാവിനെ ഏകാന്ത സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നു. ദൈവം ഏലിയാവിനെ കരുതുന്നു എന്നുള്ളതാണ് ആ വെളിപ്പാട്. സ്തോത്രം. അപ്പൊ നമ്മൾ വെളിപ്പാടുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊന്നിൻ്റെ അകത്തും എന്താണ് ദൈവത്തിന്റെ ഹിതമെന്നറിയാൻ പ്രാർത്ഥനയിൽ കഴിയുന്നവരായിരിക്കണം. അപ്പൊ ഈ വൈകുന്നേരം എൻ്റെ ക്ലാസ്സുകളുടെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരുമ്പോൾ, പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ വർഷത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ വെളിപ്പാടിന്റെ കണ്ണുള്ളവരായിരിക്കണം. വിശുദ്ധ തിരുവെഴുത്ത് വായിച്ചിട്ട് നമ്മൾ റിവീൽ ചെയ്യണം. ഓരോ കാര്യം റിവീൽ ചെയ്യണം. സ്തോത്രം. അതാണ് റെമസ് ലെവൽ എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. സ്പിരിച്വൽ ആപ്ലിക്കേഷൻ, സ്പിരിച്വൽ ലെവൽ കണ്ടുപിടിക്കണം. അതിന്റെ വെറും പഷാട്ട് ലെവൽ അല്ല, അതിന്റെ ലിറ്ററൽ മീനിങ് അല്ല, എഴുതപ്പെട്ട കുറെ അക്ഷരങ്ങൾ മാത്രമല്ല, അതിൻ്റെ അകത്ത് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒളിഞ്ഞിരിക്കുന്ന റെമസ് ലെവലുണ്ട്, സ്പിരിച്വൽ ആപ്ലിക്കേഷൻ ഉണ്ട്, സ്പിരിച്വൽ ലെവലുണ്ട് ദൈവത്തിന്റെ വചനത്തിൽ. അത് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മുടെ ഭാവിയെ കരുപ്പിടിപ്പിക്കണം. പുതിയ വർഷത്തിലേക്ക് അങ്ങനെ വെളിപ്പാടുകളോടുകൂടെ പ്രവേശിക്കണം. 5 ഇന്ദ്രിയങ്ങൾ കൂടാതെ വെളിപ്പാടിനാൽ മനസ്സിലാക്കുന്ന, ആത്മാവിനാൽ മനസ്സിലാകുന്ന ഒരു തലത്തിലേക്ക് ആത്മാവിനാൽ പ്രാർത്ഥനയിൽ കൂടെ നടന്നു സഞ്ചരിപ്പാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ. അതിൽ കൂടെ മാത്രമേ നമ്മുടെ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം ആർക്കും പറഞ്ഞു തരാൻ കഴിയത്തില്ല. നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ആർക്കും പറഞ്ഞു തരാൻ കഴിയത്തില്ല. പക്ഷെ നിങ്ങളൊരു വെളിപ്പാടുള്ളവരാണോ, നിങ്ങൾക്ക് ഉത്തരം നിങ്ങളുടെ കയ്യിൽ ദൈവം തരും. അതിനാണ് റെവലേഷൻ എന്ന് പറയുന്നത്. പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ഈ കാര്യം ബോധ്യമാക്കി കിട്ടേണ്ടതിന്, നിങ്ങൾക്ക് ഒരു റെവലേഷൻ ഉണ്ടാകേണ്ടതിന്, വെളിപ്പാടുണ്ടാകേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. വൈകുന്നേരത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവം തന്നെ ആത്മാവിനാൽ ദൈവം നമുക്കത് മനസ്സിലാക്കി തരട്ടെ എന്നുള്ള നല്ല വാക്കുകളോടുകൂടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, Jesus.